വയനാട് ദുരന്തവുമായി ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരന്തബാധിതർ ഇന്ന് ഏറ്റവും സങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഉത്തരവാദിത്തം നിർവഹിക്കാതെയാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇരു സർക്കാരുകളും മുന്നോട്ട് പോകുന്നത്. സ്വന്തം ഉത്തരവാദിത്തം നിർവഹിക്കാതെയുള്ള ഇരു സർക്കാരുകളുടെ പ്രയാണമാണ് ഇന്ന് ദുരന്തബാധിതർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുടെ മുഴുവൻ അടിത്തറ. ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ഒന്ന്, കേന്ദ്ര സർക്കാർ ദുരന്തബാധിതരെടുത്ത ലോണിനെ സംബന്ധിച്ച് ഒരക്ഷരം ഉരിയാടുന്നില്ല. കേരളത്തിന് അനുവദിച്ചത് ലോൺ മാത്രമാണ്. എന്നാൽ പ്രത്യേക സാമ്പത്തിക പാക്കേജോ അടിയന്തര സഹായങ്ങളോ ഒന്നും തന്നെ ഇതുവരെ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. വയനാടിന് സ്പെഷ്യൽ ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പെഷ്യൽ ഫിനാൻഷ്യൽ പാക്കേജ് വേണം എന്നുള്ള ഡിമാൻഡ് ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. പാർലമെൻറ്റിനകത്തും പാർലമെൻറ്റിന് പുറത്തും നിയമസഭയുടെ യുനാനിമസ് റെസൊല്യൂഷനും കേരളത്തിൻ്റെ ഭരണകൂടം ഉൾപ്പെടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കേരളത്തിലെ എംപിമാരുൾപ്പെടെയുള്ള എല്ലാവരും അതിശക്തമായിട്ടുള്ള ശ്രമം നടത്തിയിട്ടും ജനാധിപത്യ പ്രക്രിയയിൽ ഫെഡറലിസത്തിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ വയനാടുമായി ഇതുവരെ സ്വീകരിച്ചത്. സമാനമായ സമീപനമാണ് സംസ്ഥാന സർക്കാരും ദുരന്തബാധിതരായ സമൂഹത്തോട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനം, എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനം, പ്രാഥമികമായി പുനരധിവാസത്തിന് വേണ്ടത് ഒരു ലിസ്റ്റാണ്. ദുരന്തബാധിതരുടെ ലിസ്റ്റ് 7ാമത്തെ മാസം റണ്ണിങ്ങാണ്. പ്രാഥമികമായുള്ള ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ലിസ്റ്റ് വരെ ഇതുവരെ പൂർത്തീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല. 1. 2, ഗുരുതരമായി പരിക്കേറ്റതായ 42 ആളുകളിലധികം അവിടെയുണ്ട്. അതിൽ വെയിൻ പൊട്ടിയവർ, സ്പൈനൽ ഇഞ്ചുറി ഉണ്ടായവർ, പ്ലാസ്റ്റിക് സർജറി വേണ്ടവർ, കൈയും കാലും പൊട്ടിയവർ, ഹൃദ്രോഗികളായ ആളുകൾ, അതിനുശേഷം ഗുരുതരമായ അസുഖം വന്നവർ തുടങ്ങി നിരവധിയായ ആളുകളുണ്ട്. ഇവരുടെ തുടർ ചികിത്സയ്ക്കുള്ള ഒരു അടിയന്തരമായ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് നിരന്തരം മുഖ്യമന്ത്രി ഉൾപ്പെടെ, മന്ത്രി ഉൾപ്പെടെ, ജില്ലാ കളക്ടർ ഉൾപ്പെടെ നിരവധി ആളുകളെ പലതവണ സമീപിച്ചിട്ടും അസംബ്ലിക്കകത്ത് പറഞ്ഞിട്ടും അതിൻ്റെ പൂർണ്ണ തോതിലുള്ള ക്രമീകരണം ഇതുവരെ രൂപപ്പെടുത്തിയിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇടതുപക്ഷ ഗവൺമെൻറ് 300 രൂപ ഒരു ദിനപത്ത് കൊടുത്തിരുന്നു. അത് ജീവനോപാധി നഷ്ടപ്പെട്ടതിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ആ ജീവനോപാധി തിരിച്ചു നൽകുന്നതിന് മുമ്പ് തന്നെ 3 മാസം കഴിഞ്ഞപ്പോൾ ആ ജീവനോപാധി സമ്പൂർണ്ണമായി നിർത്തൽ ചെയ്തു. ഇന്ന് ദുരന്തബാധിതർ മുന്നോട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ സന്നദ്ധ സംഘടനകളുടെയും സഹായമനസ്കരായിട്ടുള്ള ആളുകളുടെയും പിൻബലത്തിലാണ്. സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ഒരു ജീവൽ സ്പന്ദനത്തിന് വേണ്ടിയിട്ടുള്ള സാന്നിധ്യം അശേഷം ഇല്ലാത്തതായ പ്രത്യേക സാഹചര്യമാണ് ഇന്ന് ദുരന്തബാധിത മേഖലയിൽ മുഴുവൻ നിലനിൽക്കുന്നത്. 5 സെൻറ്റ് ഭൂമിയിലാണോ 10 സെൻറ്റ് ഭൂമിയിലാണോ പുനരധിവാസം, സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. 1 സ്ഥലത്താണോ 2 സ്ഥലത്താണോ പുനരധിവാസം, അതും സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. ഉത്തരമില്ലാതെ ദുരന്തബാധിതരായ ഒരു ജനതയെ മുഴുവൻ ആനയിക്കുന്ന, സമൂഹത്തെ ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അതീവ ഗുരുതരമായ പ്രത്യേക സാഹചര്യത്തെ നേരിടുകയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കാർഷിക ഭൂമി നഷ്ടപ്പെട്ടു, കാർഷിക വിളകൾ നഷ്ടപ്പെട്ടു. ഈ കാര്യത്തിൽ എന്തു ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തതയും സംസ്ഥാന സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. നിരവധി ലോണുകൾ ദുരന്തബാധിതരായ ജനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ വ്യക്തിപരമായ ലോണുകൾ, വെഹിക്കിൾ ലോണുകൾ, ബിസിനസ് ലോണുകൾ,
അതുപോലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ലോണുകൾ, കുടുംബശ്രീ ലോണുകൾ, JLG ഉൾപ്പെടെയുള്ള ലോണുകൾ, അങ്ങനെ തുടങ്ങി നിരവധിയായ ലോണുകൾ അവർ എടുത്തിട്ടുണ്ട്. ഈ ലോണുകളെ സംബന്ധിച്ച് അത് റൈറ്റ് ഓഫ് ചെയ്യാനോ അത് ഒരു കാരണവശാലും ബുദ്ധിമുട്ടാകുന്ന സാഹചര്യമില്ലെന്ന് ബോധ്യപ്പെടുത്താനോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. സത്യത്തിൽ ദുരന്തബാധിതരുടെ ഇന്നത്തെ ജീവിതം ഏറ്റവും വിഷമകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ആ സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി സ്വന്തം ഉത്തരവാദിത്തം നിർവഹിക്കാനുള്ള അടിയന്തരമായ നടപടിയാണ് വേണ്ടത്. കേന്ദ്രത്തിനെതിരായി ഒറ്റയ്ക്കുള്ള സമരം ചെയ്തതുകൊണ്ടോ സംസ്ഥാനത്തിനെതിരായി ഒറ്റയ്ക്കുള്ള സമരം ചെയ്തുകൊണ്ടോ മാത്രം കാര്യമില്ല. രണ്ട് സർക്കാരുകളുടെ ഭാഗത്തും അതീവ ഗുരുതരവും സമാനതകളില്ലാത്ത ദുരന്തമാണ് ചൂരൽമലയിലും മുണ്ടകയിലും നടന്നത്. ഈ ദുരന്തത്തോട് അതിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച് മനുഷ്യത്വപരമായി ഇടപെടാൻ, പെരുമാറാൻ സാധിക്കാത്തതായ സർക്കാരുകളാണ് രണ്ട് സർക്കാരുകളും എന്ന് അവർ തെളിയിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.